ഗുഡ് മോർണിംഗ് യു കെ. ഞാൻ അഞ്ജു ഹരികുമാർ. പ്രധാന വാർത്തകൾ. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനെ എതിർത്ത് പുതിയ റിപ്പോർട്ട്. രാജ്യത്തെ കുടിയേറ്റ ഡേറ്റ ശേഖരണത്തിൽ വലിയ വീഴ്ചകളെന്ന് വിമർശനം. കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് യു കെയിൽ റെഡ് എക്സ്ട്രീം ഹീറ്റ് വാർണിംഗ് പ്രഖ്യാപിച്ചു. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവാദമായ ILR നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വൈകിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. സൗത്ത് വെയിൽസിൽ കൗമാരക്കാരി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സമപ്രായക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. യു കെയിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർഗേജ് സേവനങ്ങൾ സംബന്ധിച്ച സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. വാർത്തകൾ വിശദമായി. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനെ എതിർത്ത് പുതിയ റിപ്പോർട്ട്. യു കെയിൽ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന സുപ്രധാന റിപ്പോർട്ട് ഹൗസ് ഓഫ് ലോർഡ്സ് ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. യു കെയിൽ ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 ഉയർത്താനുള്ള പുതിയ പദ്ധതികളെ കമ്മിറ്റി നിശിതമായി വിമർശിച്ചു. ഈ മാറ്റം കുടിയേറ്റക്കാരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കുറഞ്ഞ വരുമാനമുള്ള കുടിയേറ്റക്കാരെ ഇത് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. നിലവിൽ യു കെയിലുള്ള കുടിയേറ്റക്കാർക്ക് മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും അനീതിയാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. വിസ പുതുക്കുന്നതിനുള്ള ഉയർന്ന ഫീസും ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. രാജ്യത്തെ കുടിയേറ്റ ഡേറ്റ ശേഖരണത്തിൽ വലിയ വീഴ്ചകളെന്ന് വിമർശനം. യു കെയിലെ കുടിയേറ്റ ഡേറ്റ ശേഖരണത്തിലും സർക്കാരിന് വലിയ വീഴ്ചകൾ സംഭവിച്ചതായി ഹൗസ് ഓഫ് ലോർഡ്സ് കമ്മിറ്റിയുടെ വിമർശനം. രാജ്യത്ത് നിലവിൽ എത്ര കുടിയേറ്റക്കാരുണ്ടെന്നതിനോ വിസ കാലാവധി കഴിഞ്ഞവർ തിരികെ പോയതിനോ സർക്കാരിന്റെ പക്കൽ വ്യക്തമായ കണക്കുകളില്ല. 2021-നും 2026-നും ഇടയിൽ രാജ്യത്തു നിന്നും പുറത്തുപോയവരുടെ രേഖകൾ ലഭ്യമല്ലാത്തത് ഹോം ഓഫീസിന്റെ വലിയ പരാജയമാണെന്ന് റിപ്പോർട്ട് വിമർശിക്കുന്നു. കുടിയേറ്റക്കാരുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനും തൊഴിൽ അവസരങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. ദീർഘവീക്ഷണമില്ലാത്ത കുടിയേറ്റ നിയമങ്ങൾക്ക് പകരം 3 വർഷത്തിലൊരിക്കൽ സമഗ്രമായ കുടിയേറ്റ പ്ലാൻ തയ്യാറാക്കാനും ലൈഫ് ഇൻ ദി UK ടെസ്റ്റിൽ പ്രായോഗിക മാറ്റങ്ങൾ കൊണ്ടുവരാനും കമ്മിറ്റി നിർദ്ദേശിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് യു കെയിൽ റെഡ് എക്സ്ട്രീം ഹീറ്റ് വാർണിംഗ് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ട്, വെയിൽസ് മേഖലകളിൽ ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും 300-ലേറെ സ്കൂളുകൾ അടയ്ക്കുകയും ചെയ്തു. ചിലയിടങ്ങളിൽ അനുഭവപ്പെടുന്ന ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ചൂട് റെക്കോർഡ് നിലവാരത്തിലെത്തി. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവാദമായ ILR നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വൈകിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ അപ്രതീക്ഷിത രാജിയും ഹൗസ് ഓഫ് ലോർഡ്സിന്റെ പുതിയ റിപ്പോർട്ടും യു കെയിലെ കുടിയേറ്റ നയങ്ങളിലും ILRലും നിർണായക മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കും. കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഏൺ സെറ്റിൽമെന്റ് വ്യവസ്ഥകൾ നടപ്പാക്കാൻ പുതിയ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. ഹോം ഓഫീസ് നേരിടുന്ന ഭരണപരമായ പ്രതിസന്ധികളും ഡേറ്റ പരാജയങ്ങളും പുതിയ സർക്കാരിന് ആദ്യം പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ILR കാലയളവ് 10 വർഷമായി നീട്ടാനുള്ള നീക്കത്തിനെതിരെ ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. മുതിർന്ന നേതാവ് ഏഞ്ചല റെയ്നർ ഉൾപ്പെടെ 100-ലധികം ലേബർ MPമാരും യു കെയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ യുണൈസണും ഇതിനെ പരസ്യമായി എതിർത്തിരുന്നു. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തു നിന്നും അകറ്റുന്ന ഈ കടുത്ത നിയമങ്ങൾ പുനർവിചിന്തനം ചെയ്യാനാണ് സാധ്യത. സൗത്ത് വെയിൽസിൽ കൗമാരക്കാരി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സമപ്രായക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് വെയിൽസിൽ കാണാതായിരുന്ന 14-കാരി ലില്ലിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സമപ്രായക്കാരനായ 14 വയസ്സുകാരനെ പോലീസ് കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. ഡഫ്രിൻ പാർക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഗ്വെന്റ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ബിലാത്തി ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. Please visit our news portal www.uknewsmalayalam.com for more news and updates. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.